KPCC നേതൃമാറ്റ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ സുധാകരനെ മാറ്റാൻ പോകുന്നു, ഇപ്പം മാറ്റും എന്ന തർക്കങ്ങൾ, പ്രതിസന്ധികളൊക്കെ കോൺഗ്രസിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. VD സതീശൻ കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് ദീർഘകാലങ്ങളായി. ഹൈക്കമാൻഡ് അതിൽ ആദ്യം ഒരു തീരുമാനം എടുക്കാതിരിക്കുകയും സുധാകരനൊപ്പം നിൽക്കുകയും ചെയ്തു. സുധാകരൻ അന്ന് ആവശ്യപ്പെട്ടത് എന്നെ മാറ്റുകയാണെങ്കിൽ VD സതീശനെ മാറ്റണം. പക്ഷേ അന്ന് ആ ആവശ്യം അംഗീകരിക്കാതിരുന്ന ഹൈക്കമാൻഡ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം സതീശനെ നിലനിർത്താനും സുധാകരനെ മാറ്റി നിർത്താനുമുള്ള ആലോചനകളിലേക്ക് ഹൈക്കമാൻഡ് കടന്നിരിക്കുന്നു എന്ന വാർത്തകളിലേക്ക് വരികയാണ്. അത് ഹൈക്കമാൻഡ് സുധാകരനെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ സുധാകരൻ വഴങ്ങുന്നില്ല എന്നതാണ് ഇപ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധി. എന്ന് മാത്രമല്ല, കൂടുതൽ നേതാക്കൾ സുധാകരനെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ ഈ സമയം ഉണ്ടാകുന്നു. അത് സുധാകരനോടുള്ള പ്രീതി കൊണ്ടാണോ അതോ സതീശനോടുള്ള എതിർപ്പ് കൊണ്ടാണോ എന്നതാണ് രാഷ്ട്രീയമായി കേരളം ചോദിക്കുന്ന ചോദ്യം. കൂടുതൽ നേതാക്കൾ സുധാകരന് അനുകൂലമായി വന്നതോടുകൂടി ഹൈക്കമാൻഡ് ഇതിലൊരു അന്തിമമായ തീരുമാനം എടുക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായ ഒരു ഘട്ടം കൂടിയാണ്. കൂടുതൽ നേതാക്കൾ ചേരി തിരിഞ്ഞ് ഭിന്നത, സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നതയിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള അതിൻ്റെ ഒരു സ്റ്റേറ്റസ്. ഈ വാർത്തയിൽ നമുക്ക് വാർത്ത തരാനുള്ളത് മാനസയാണ്. കൂടുതൽ വിവരങ്ങളുമായി മാനസയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാനസയിലേക്ക് പോവുകയാണ് വീണ്ടും. മാനസ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടിരുന്നത് ഇതാ സുധാകരനെ മാറ്റാൻ പോകുന്നു, KPCC നേതൃത്വത്തിലേക്ക് പുതിയൊരു ആൾ വരുന്നു, അത് ആന്റണി ആകാം, സണ്ണി ജോസഫ് ആകാം എന്ന തരത്തിലുള്ള ചർച്ചകളാണ്. പക്ഷേ അതിന് സുധാകരൻ സമ്മതിക്കണ്ടേ എന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രതിസന്ധി. ഇന്നലെ ഇതാ സുധാകരൻ മാധ്യമപ്രവർത്തകരോടൊക്കെ പ്രതികരിച്ചത് പ്രകാരം തനിക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു നേതാവ് പ്രചരിപ്പിക്കുന്നു. തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, തന്നെ മാറ്റി നിർത്താൻ ആലോചിക്കുന്നത് ഹൈക്കമാൻഡാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും കാലം പ്രവർത്തിച്ച പാർട്ടിയല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവരങ്ങനെയൊന്നും എന്നോട് ചെയ്യില്ല എന്നൊക്കെയുള്ള പ്രതീക്ഷകളും അതൃപ്തിയും ഒക്കെയാണ് സുധാകരന്റെ വാക്കുകളിൽ. അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താതെ, ഈ അതൃപ്തി മാറ്റാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഹൈക്കമാൻഡിന് ഒറ്റയടിക്ക് ഈ നേതാക്കളുടെയൊക്കെ സുധാകരനുള്ള പിന്തുണ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയുമെന്നതാണ്, പ്രത്യേകിച്ചും ഇതാ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന ഘട്ടത്തിൽ. തീർച്ചയായും അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കെ സുധാകരൻ്റെ ഈ സ്ഥാനമാറ്റം ഇത് ആദ്യമായല്ല വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കാരണം ഇത്തരത്തിൽ നിരവധി തവണ ഈ KPCC സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറുന്നു എന്ന അഭ്യൂഹങ്ങളും അതോടൊപ്പം തന്നെ വാർത്തകളും തന്നെ വന്നതാണ്. പിന്നാലെയാണ് ഇപ്പോഴും ഇത് വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത്. കാരണം കോൺഗ്രസിലെ ഈ ഭിന്ന അഭിപ്രായങ്ങളും ഒപ്പം തന്നെ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ആ ഒരു പ്രശ്നവും ഒക്കെ തന്നെ നിരവധി തവണ ചർച്ചയായതുമാണ്. അത് തുടരുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിലും അല്ലെങ്കിൽ ഈ ഒരു വാർത്തയിലൂടെയും മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത്തരത്തിൽ കെ സുധാകരൻ സ്ഥാനത്ത് നിന്ന് മാറുന്നു അല്ലെങ്കിൽ മാറ്റുന്നു എന്ന് പറയുമ്പോൾ കെ സുധാകരന് ഇത് ഒട്ടും തന്നെ അംഗീകരിക്കാനോ ദഹിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നേതൃനിരയിൽ നിന്നും മാറ്റുമ്പോൾ അത് തനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല, മാറ്റില്ല എന്ന നിലപാടിൽ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൽ ഇപ്പോഴും കെ സുധാകരൻ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ചതും അതോടൊപ്പം തന്നെ ചർച്ച ചെയ്തതും ഒക്കെ തന്നെ പുറത്ത് വന്നതാണ്. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസമാണ് കെ സുധാകരൻ്റെ പ്രതികരണം പുറത്തു വരുന്നത്. ഇത്തരത്തിൽ തന്നെ മാറ്റാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല, അങ്ങനൊരു മാറ്റം എന്ന വാർത്ത ഏത് കോണിൽ നിന്നാണ് വരുന്നത്, ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് എന്നത് മാധ്യമങ്ങൾ തന്നെ അന്വേഷിക്കേണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കെ സുധാകരൻ സൂചിപ്പിച്ചത്. അതായത് തനിക്കെതിരെ ഒരു കൂട്ടം നേതാക്കൾ അല്ലെങ്കിൽ ഒരു പക്ഷം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പരാമർശം കൂടിയാണ്. അതായത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു വാർത്ത വരുന്നത് എന്ന് പറയുമ്പോൾ തനിക്കെതിരെ ഒരു പക്ഷം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കെ സുധാകരനും ആവർത്തിക്കുന്നത്. എന്നാൽ അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഹൈക്കമാൻഡ് തന്നെ വിളിപ്പിച്ചിട്ടില്ല, ഈ സ്ഥാനത്ത് നിന്ന് മാറുന്ന കാര്യം തന്നോട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ അറിയിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം തന്നെയാണ് അന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റണി അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് എന്നിവരുടെ പേരാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതിനെതിരെ സുധാകരപക്ഷം നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. പരസ്യ പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം K മുരളീധരനും രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ കരുത്തുറ്റ നേതാവാണ് സുധാകരൻ. ഒപ്പം തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ഒരു കരുത്തനായ നേതാവാണ്. ഈ
ഫോട്ടോയിൽ പോലും കണ്ടാൽ തിരിച്ചറിയാത്ത ആളുകളെ എങ്ങനെ നേതൃനിരയിലേക്ക് പ്രവേശിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഹാസ രൂപേണ സൂചിപ്പിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ UDF കൺവീനറായ MM ഹസൻ ആണെങ്കിലും ഈ കെ സുധാകരന്റെ നിലപാടിനൊപ്പമാണ് തങ്ങളെന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ഒപ്പം രമേശ് ചെന്നിത്തല, ശശി തരൂർ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഫോട്ടോയിൽ കണ്ടാൽ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളെങ്കിലും വേണ്ടേ KPCC അധ്യക്ഷ സ്ഥാനത്ത് എന്ന് ചോദിച്ച് പോസ്റ്റർ യുദ്ധം ഇന്നലെ കൊച്ചിയിൽ തുടക്കം കുറിച്ചു. പക്ഷേ അതിനു മുൻപ് തന്നെ അതേ ചോദ്യം ഉന്നയിച്ചത് അണികളല്ല, നേതാവ് തന്നെയാണ്. മുതിർന്ന നേതാവ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നാണ് ആ ചോദ്യം ഉയർന്നത്. ആ ചോദ്യം നേതൃത്വത്തിനോടുള്ളതാണ്. VD സതീശൻ ഈ വഴിക്കൊന്നും വന്നിട്ടില്ല. യാതൊരു വിധത്തിലുള്ള പ്രതികരണം അദ്ദേഹം ഈ ഘട്ടത്തിൽ നടത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ആസൂത്രകൻ VD സതീശനാണ് കെ സുധാകരനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്, ഹൈക്കമാൻഡിന്റെ പരാതികളുമായി എത്തിയിട്ടുള്ളത്. ഒപ്പം ഇവർ രണ്ട് നേതാക്കളും നേതൃപദവിയിൽ ഇരുന്നു കൊണ്ട് പരസ്യമായി പൊതുപരിപാടികളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പോലും പൊതുസമക്ഷത്തുള്ളതാണ് എന്നതൊക്കെയുണ്ട്. അപ്പോൾ ഇലക്ഷൻ വരുന്ന ഈ സമയത്ത് നേതാക്കൾ തമ്മിലുള്ള ഈ തമ്മിലടി ഘടകകക്ഷികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അവരതിലുള്ള അതൃപ്തി അറിയിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറത്തു കടക്കുക എന്നതൊരു ആവശ്യമാണല്ലോ. തീർച്ചയായും ഇത്തരത്തിൽ ഈ കോൺഗ്രസിനുള്ളിലുള്ള ഈ ഒരു ചേരിതിരിവ് അത് എന്തായാലും തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കും എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ വിഷയം പരിഹരിക്കുക എന്ന തീരുമാനത്തിലേക്കും ഈ നേതൃത്വം കടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ നിരവധി തവണ തന്നെ മാധ്യമങ്ങളിലൂടെ തന്നെ അറിഞ്ഞതാണ്. പൊതു പരിപാടിയിൽ ഉൾപ്പെടെ അവരുടെ ഭിന്നാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു സ്ഥിതിയിലാണ് ഇത്തരത്തിൽ VD സതീശൻ കെ സുധാകരനെതിരെ തിരിയുമ്പോൾ അത് തനിക്ക് അല്ലെങ്കിൽ തന്നെ മാറ്റാൻ ഒരു സാഹചര്യവുമില്ല, താൻ മാറില്ല എന്ന നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ കെ സുധാകരന് പിന്തുണയുമായി മുൻനിരയിലുള്ള നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നു. ഇവിടെ പ്രതികരണവുമായി നിലവിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രതികരണം. അതായത് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതായത് കെ സുധാകരനെതിരെ തിരിയുന്ന പക്ഷം ഇതുവരെയും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ വഴിയാണെങ്കിലോ ഇത്തരത്തിലൊരു പ്രതികരണം ഈ ഒരു വിഷയവുമായി ഈ ഒരു വാർത്തയുമായി പ്രതികരിച്ചിട്ടില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു സ്ഥിതിയാണ്. ആ ഒരു കാര്യത്തിൽ തന്നെ എത്രത്തോളമാണ് കെ സുധാകരനെതിരെ VD പക്ഷം തിരിയുന്നത് എന്നത് ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. വരുന്ന തെരഞ്ഞെടുപ്പാണ്. ആ ഒരു തെരഞ്ഞെടുപ്പിന് ഇടയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിനിടയിൽ ഭിന്നാഭിപ്രായങ്ങളും ചേരിതിരിവും ഉണ്ടാകുന്നത്. അത് തീർച്ചയായും ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടാവുക. ഒപ്പം തന്നെയാണ് ഹൈക്കമാൻഡും ഇപ്പോൾ പ്രതിരോധത്തിലായി എന്നുള്ളതാണ്. കാരണം കെ സുധാകരനെ എങ്ങനെയാണ് അനുനയിപ്പിക്കുക, ഒരുപക്ഷെ സ്ഥാനം മാറ്റും അല്ലെങ്കിൽ സ്ഥാനം മാറേണ്ടി വരുമെന്ന് ഹൈക്കമാൻഡ് അറിയിക്കുകയാണെങ്കിൽ കെ സുധാകരൻ എന്ത് തീരുമാനം അടുത്തതായി എടുക്കും എന്നുള്ളത് വളരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ കെ സുധാകരൻ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും മുന്നോട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ കേരളവും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ നേതൃത്വവും ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. അന്ന. ശരി മാനസ, കെ സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റുന്നതിൽ ഹൈക്കമാൻഡ് ആയിപ്പോയിരിക്കുന്ന പ്രതിസന്ധി അത്ര വലുതാണ്. വളരെ വേഗമൊന്നും അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയുണ്ട്. കാരണം ഈ നേതാക്കളെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ വരാനിരിക്കുന്നു എന്നതൊക്കെ സ്വാഭാവികമായും അണികളിൽ നിന്ന് ചോദ്യമുയർത്തുന്ന കാര്യമാണ്. UDF ഘടകകക്ഷികൾ അതിൽ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. ഇവർ തമ്മിലുള്ള പ്രതിസന്ധി, പ്രശ്നങ്ങൾ, തർക്കങ്ങൾ പ്രതിസന്ധിയിലാക്കുന്നത് മുന്നണിയെയാണ്, തെരഞ്ഞെടുപ്പ് വിജയത്തെയാണ് എന്നുള്ള ആശങ്കകൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വേഗം ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരിക എന്ന പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. സുധാകരൻ ഇതിൽ എന്ത് തീരുമാനമെടുക്കാൻ പോകുന്നു എന്നതാണ്. സുധാകരൻ്റെ തീരുമാനം എന്താണ് എന്നത് ഇന്നലെ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. സുധാകരൻ ഇനി വഴങ്ങുമോ എന്നതാണ്. ഒരു പദവി കൊടുക്കുക എന്നതിൽ ഒതുങ്ങുമോ എന്നതൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് വിശദമായ വാർത്തകൾ തന്നുപോയത്.